ആ ആഘോഷങ്ങൾക്ക് പകരം ഇങ്ങനെ ഒരു സമരത്തിന് ഞങ്ങൾക്ക് രംഗത്തിറങ്ങേണ്ടി വന്നത് ഈ സമരാവശ്യത്തിന്റെ പിന്നിൽ കേരളം ഒരുമിക്കുന്നു എന്നുള്ള സന്ദേശം ഇത്തരം തീരുമാനമെടുത്ത ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. പാലക്കാട് ഡിവിഷൻ ഉപചരണത്തിനെതിരെ UDF എംപിമാർ നടത്തുന്ന സത്യാഗ്രഹം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ MP നമ്മളൊപ്പം ചേരുന്നുണ്ട്. സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. സമരം തുടരണമല്ലോ, തുടരേണ്ടതുണ്ടല്ലോ. ഇന്നത്തെ ദിവസം ഈ സമരത്തിന് തീരുമാനിച്ചത് ഈ പ്രഖ്യാപനം നടത്തി ആളുകൾക്ക് കേരളത്തിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ളൊരു സന്ദേശം നൽകുന്നതിന് വേണ്ടി തന്നെയാണ്. ഓണം മലയാളി എല്ലാവരും ഒരുമിക്കുന്ന ആഘോഷമാണ്. ഈ ഒരുമിക്കുന്ന ആഘോഷ ദിനത്തിൽ ആ ആഘോഷങ്ങൾക്ക് പകരം ഇങ്ങനെ ഒരു സമരത്തിന് ഞങ്ങൾക്ക് രംഗത്തിറങ്ങേണ്ടി വന്നത് ഈ സമരാവശ്യത്തിന്റെ പിന്നിൽ കേരളം ഒരുമിക്കുന്നു എന്നുള്ള സന്ദേശം ഇത്തരം തീരുമാനമെടുത്ത ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള തീരുമാനം മാത്രമാണ്, അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ കൂടിയാണ്. അല്ലത് ഒരിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ അല്ല, ലോജിക്കൽ ഡിസിഷനും അല്ല. ഈ പറയുന്ന മാനദണ്ഡങ്ങൾ ഇപ്പൊ പ്രദേശത്തിന്റെയോ ഭാഷയുടെയോ സംസ്ഥാനത്തിന്റെയോ മാനദണ്ഡങ്ങളാണെങ്കിൽ കേരളത്തിനൊരു സോൺ അനുവദിക്കണം എന്നുള്ള ആവശ്യത്തെ ഇതുവരെ അവർ അംഗീകരിക്കാത്തത് എന്താ? ഇവിടുത്തെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട ഒരു സോണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞങ്ങൾക്ക് ഉൾപ്പെടെ ബന്ധപ്പെടേണ്ടി വരുന്നത് ചെന്നൈയിലല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ട് എന്താ ആളുകൾ പറയാത്തത്? ഇവിടെ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച ബഹുമാനനായ സണ്ണി ജോസഫ് മിനിസ്റ്റർ അദ്ദേഹം സൂചിപ്പിച്ചില്ലേ, മംഗലാപുരം മൈസൂർ റൂട്ടിലുള്ള ഒരാഴ്ചത്തെ ട്രെയിൻ സർവീസ് അതിൽ കൂടുതൽ ഒരു ദിവസം ഈ റൂട്ടിൽ ഓടുന്നുണ്ട്. അവിടുത്തെ ഒരാഴ്ചത്തെ ഒരുമിച്ചിട്ടുള്ള സർവീസിനേക്കാൾ കൂടുതൽ എണ്ണം ഇവിടെ ട്രെയിനുകൾ ഓടുന്നുണ്ട്. അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ടും ചെയ്യുന്നത് BJP അജണ്ടയാണ്. ഇത് ജനങ്ങളുടെ അജണ്ടയോ റെയിൽവേയുടെ വികസനമല്ല, പക്ക BJP അജണ്ടയാണ്. ഇത് ഗവൺമെന്റ് തീരുമാനം പോലെയല്ല, BJP ഓഫീസിലെടുത്ത തീരുമാനം പോലെയാണ് ഇതിപ്പോ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നടപ്പിലാക്കരുതെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. എല്ലാവരും ചേർന്ന് ഇനി ഡൽഹിയിൽ ഇതിന്റെ സമര തുടർച്ചയുണ്ടാവും. ഈ ആദ്യത്തെ പ്രസംഗങ്ങൾക്ക് ശേഷം യോഗം ചേർന്ന് തുടർ സമരങ്ങൾ ആലോചിക്കും. അതിന്റെ ആലോചന സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി, ACC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളുമായി നടത്തി UDF നേതൃത്വവുമായി നടത്തിയിട്ട് അതിന്റെ തുടർ സമരങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാവും. സമരം ഉണ്ടാകുമെന്നുള്ളത് കൂടിയാണ് പറയുന്നത്. ക്യാമറമാൻ പാലക്കാട്.